ഹായ് ഓൾ വെൽക്കം ടു CIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക് 2025 ഡിസംബർ മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നിട്ട് പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നിട്ട് പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ലിംഗഭേദം മൂലം സ്ത്രീകളെ കൊല്ലുന്നതിനെതിരെ സ്ത്രീ ഹത്യ നിയമം പാസാക്കിയ രാജ്യമാണ് ഇറ്റലി. ലിംഗഭേദം മൂലം സ്ത്രീകളെ കൊല്ലുന്നതിനെതിരെ സ്ത്രീ ഹത്യ നിയമം പാസാക്കിയ രാജ്യമാണ് ഇറ്റലി. ഇത് ജീവപര്യന്ത തടവ് ശിക്ഷയായി നൽകുന്നു. വാക്സിൻ എടുത്ത ശേഷം വിഷബാധ ബാധിച്ചുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം പരിശോധിച്ച് വാക്സിൻ ഫലപ്രദമായോ എന്നറിയാനുള്ള സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിച്ച സ്ഥാപനമാണ് തിരുവനന്തപുരം തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. വാക്സിൻ എടുത്ത ശേഷം വിഷം ബാധിച്ചുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം പരിശോധിച്ച് വാക്സിൻ ഫലപ്രദമായോ എന്നറിയാനുള്ള സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ വാക്സിൻ വികസിപ്പിച്ച സ്ഥാപനമാണ് തിരുവനന്തപുരം തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ പരിശോധനകളിലും അക്കാദമിക് പഠനങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ വീണ്ടും കണ്ടെത്തി നിരോധിത വ്യാവസായിക മഞ്ഞച്ചായം ആണ് ഓറമിൻ ഓ. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ പരിശോധനകളിലും അക്കാദമിക് പഠനങ്ങളിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ വീണ്ടും കണ്ടെത്തി നിരോധിത വ്യാവസായിക മഞ്ഞച്ചായാണ് ഓറമിൻ ഓ. ടെക്സ്റ്റൈൽ മേഖലയിലെ ഗവേഷണം, നവീകരണം, ഡാറ്റ സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണ് റാംസ്. റാംസ്. ടെക്സ്റ്റൈൽ മേഖലയിലെ ഗവേഷണം, നവീകരണം, ഡാറ്റ സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണ് റാംസ് ആണ്. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. 52 സെഞ്ചുറിയാണ്. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. 52 സെഞ്ചുറി. 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡാണ് മറികടന്നത്. സെയ്ദ് മോദി ഇന്റർനാഷണൽ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസ് കിരീടം നിലനിർത്തിയത് ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ്. സെയ്ദ് മോദി ഇന്റർനാഷണൽ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസ് കിരീടം നിലനിർത്തിയത് ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദ് സഖ്യമാണ്. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. ഡിസംബർ 2 ലോക അത്ലറ്റിക് ഫെഡറേഷൻ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അർമാൻ ഡ്യൂപ്ലന്റിസ്. സ്വീഡിഷ് പോൾ വാട്ടർ താരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസ്. സിഡ്നി മക്ലോഫ്ലിൻ ലൗറോണോ അർമാൻ ഡ്യൂപ്ലന്റിസിനാണ് ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് റേജ് ബെയ്റ്റ്. RAGE എന്നാണ്. റേജ് ബെയ്റ്റ് അല്ലെങ്കിൽ റാഗ് ബെയ്റ്റ് ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രസ് 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് റേഗ് ബെയ്റ്റ്. 2024 വേർഡ് ഓഫ് ദി ഇയർ ആണ് ബ്രെയിൻ റോട്ട്. 2025 വേർഡ് ഓഫ് ദി ഇയർ ആണ് ബ്രെയിൻ റോട്ട്. 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് റേഗ് ബെയ്റ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡർ നിയമിതരായത് ഹർമൻ പ്രീത് കൗറാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യത്തെ വനിതാ ബ്രാൻഡ് അംബാസിഡർ നിയമിതരായത് ഹർമൻ പ്രീത് കൗറാണ്. 2025 മാഗി സതീഷ് സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. 2025 മാഗി സതീഷ് സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. ഭരതനാട്യം കലാകാരിയാണ് ചിത്ര വിശ്വേശ്വരൻ. 2025 മാഗി സതീഷ് സ്മൃതി പുരസ്കാരത്തിന് അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. 2024 പുരസ്കാരത്തിന് കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡല ഗോപി അർഹനായി. 2025 മാഗി സതീഷ് സ്മൃതി പുരസ്കാരത്തിന് അർഹനായത് ചിത്ര വിശ്വേശ്വരനാണ്. 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ വിളയുന്ന ഓറഞ്ച് ഇനമാണ് മാൻഡറിൻ ഓറഞ്ച്. 2025 നവംബറിലെ ഭൗമസൂചിക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ വിളയുന്ന ഓറഞ്ച് ഇനാണ് മാൻഡറിൻ ഓറഞ്ച് ആണ്. അടുത്തിടെ പരമ്പരാഗത പോത്ത് പോരിനെ മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബിൽ പാസാക്കിയ സംസ്ഥാന നിയമസഭയാണ് ആസാം. പരമ്പരാഗത പോത്ത് പോരിനെ മൃഗപീഡന നിരോധന നിയമത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ്? ആസാമാണ്. ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. 2025 തീമാണ് ഫോസ്റ്ററിംഗ് ഡിസബിലിറ്റീസ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ഫോർ അഡ്വാൻസിംഗ് സോഷ്യൽ പ്രോഗ്രസ്. ഇന്ത്യയും മാലദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ്
എക്കുവഡിൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? തിരുവനന്തപുരമാണ്. ഇന്ത്യയും മാലദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ് എക്കുവഡിൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? തിരുവനന്തപുരം വെച്ചാണ് നടക്കുന്നത്. പയ്യന്നൂർ സത് കലാപീഠത്തിന്റെ സത് കലാരത്ന പുരസ്കാരത്തിന് അർഹയായത് കവിത കൃഷ്ണമൂർത്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച വിമാനത്താവളമാണ് ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ പോസിറ്റീവ് പദവി കൈവരിച്ച ഈ വിമാനത്താവളം ഏതാണ്? ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. രാജ്യത്ത് പുതുതായി ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര ടെലികോം വകുപ്പ് നിർദ്ദേശിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി. രാജ്യത്ത് പുതുതായി ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തിയിട്ട് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര ടെലികോം വകുപ്പ് നിർദ്ദേശിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി. ദേശീയപാതകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മൊബൈൽ വഴി അപകട മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ. ദേശീയപാതകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് മൊബൈൽ വഴി അപകട മുന്നറിയിപ്പുകൾ നൽകുന്നതിനുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ. 2027 കൂടി ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിക്കുന്നത് ബാംഗ്ലൂരിലാണ്. 2027 കൂടി ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ടെക് മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശിയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനമാണ്. ഡിസംബർ 4 2025 നാവികസേനാ ദിനാഘോഷങ്ങളുടെ വേദിയാണ് ശംഖുമുഖം, തിരുവനന്തപുരം. മുഖ്യാതിഥി രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. ഇപ്പോൾ 2025 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖമാണ്. ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനമാണ്. മുഖ്യാതിഥിയാണെങ്കിൽ ദ്രൗപദി മുർമു, രാഷ്ട്രപതി ദ്രൗപദി മുർമുവായിരുന്നു മുഖ്യാതിഥി. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് തിരുവനന്തപുരം. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? തിരുവനന്തപുരം കേട്ടോ. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് തിരുവനന്തപുരമാണ്. ദൽജിത്ത് സിംഗ് ചൗധരി വിരമിച്ചതിനെ തുടർന്ന് അതിർത്തി സുരക്ഷാ സേന BSFന്റെ ഡയറക്ടർ ജനറലായിട്ട് അധിക ചുമതല ഏറ്റെടുത്തതാരാണ്? അത് ITBP ചീഫ് പ്രവീൺ കുമാർ. ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവേ. എക്സാം എടുപ്പിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്സ് മാത്രമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം ഇൻഷാ അല്ലാഹ്. ബാംഗ്ലൂരിലെ CSIR NAL പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പ്രൊഡക്ഷൻ വേർഷൻ പൈലറ്റ് പരിശീലന വിമാനമാണ് ഹൻസ 3NG. ബാംഗ്ലൂരിലെ CSIR NAL പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പ്രൊഡക്ഷൻ വേർഷൻ പൈലറ്റ് പരിശീലന വിമാനമാണ് ഹൻസ 3NG. ബയോളജിക്കൽ വെപ്പൺസ് കൺസർവേഷൻ പ്രാബല്യത്തിൽ വന്നതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് 50 years ഓഫ് BWC സ്ട്രെങ്തനിങ് ബയോ സെക്യൂരിറ്റി ഫോർ ദി ഗ്ലോബൽ സൗത്ത് എന്ന അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. ബയോളജിക്കൽ വെപ്പൺസ് കൺസർവേഷൻ പ്രാബല്യത്തിൽ വന്നതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. 2025 ഡിസംബറിൽ 175 വർഷത്തിന് ശേഷം വയനാട് 900 വനമേഖലയിൽ കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുതിയ പരാത സസ്യമാണ് കാമ്പല്ലിയ ഓറന്റിയാക്ക. 175 വർഷത്തിന് ശേഷം വയനാട് 900 വനമേഖലയിൽ കണ്ടെത്തിയ വംശനാശം സംഭവിച്ചെന്ന് കരുത പരാത സസ്യമാണ് കാമ്പല്ലിയ ഓറന്റിയാക്ക. 2025 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്ററാണ് റോബിൻ സ്മിത്ത് കേട്ടോ. റോബിൻ സ്മിത്ത് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്ററാണ് റോബിൻ സ്മിത്ത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബാറ്ററാണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5 2025 പ്രമേയമാണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആണ് ഡിസംബർ 5 ലോക മണ്ണ് ദിനം. 2025 പ്രമേയമാണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് 2025 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. പൂനെയിലെ NCRAയിലെ ഇന്ത്യൻ ഗവേഷകർ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള സർപ്പിളാകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് നൽകിയ പേരാണ് അളകനന്ദ. പൂനെയിലെ ഇന്ത്യൻ ഗവേഷകർ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഭൂമിയിൽ നിന്ന് 1200 കോടി പ്രകാശവർഷം അകലെയുള്ള സർപ്പിളാകൃതിയിലുള്ള കൂറ്റൻ താരാപഥത്തിന് നൽകിയ പേരെന്താണ്? അളകനന്ദ കേട്ടോ.
പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവിയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ. പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവിയാണ് ഫീൽഡ് മാർഷൽ അസീം മുനീർ. അടുത്തിടെ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മൂന്നാമത്തെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിദമൻ. അടുത്തിടെ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മൂന്നാമത്തെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേരാണ് INS അരിദമൻ. 2025 ലോക ദുരന്ത നിവാരണ ഉച്ചകോടി വേൾഡ് സമ്മിറ്റ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. 2025 ലോക ദുരന്ത നിവാരണ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ദേശീയ സബ് ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. ദേശീയ സബ് ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളമാണ്. അംബേദ്കർ പരിനിർവാൺ ദിവസമാണ് ആചരിക്കുന്നത് ഡിസംബർ 6. അംബേദ്കർ പരിനിർവാൺ ദിവസമാണ് ഡിസംബർ 6. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരത്തിന് അർഹനായതാണ് ഡൊണാൾഡ് ട്രംപ്. പ്രഥമ ഫിഫ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ വിവിധ മേഖലയിൽ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായിട്ട് ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അത് ഉത്തർപ്രദേശാണ്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, മറാഠി, ബംഗാളി ഭാഷകൾ ഉൾപ്പെടുത്തി. രാജ്യത്തെ വിവിധ മേഖലകളിലെ ഭാഷാപരമായ അന്തരം ഒഴിവാക്കാനായിട്ട് ഏത് സംസ്ഥാനത്തെ വൊക്കേഷണൽ പാഠ്യപദ്ധതിയിലാണ് മലയാളം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ്. 2025 ക്രോസ് വേർഡ് പരിഭാഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി എർത്ത് ബ്ലൂംഡ് എന്ന മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നിലം പൂത്തുമലർന്ന നാൾ. അതിന്റെ മലയാള നോവലിന്റെ പരിഭാഷയാണ് നിലം പൂത്തുമലർന്ന നാൾ. രചന മനോജ് കൂറൂറാണ്. പരിഭാഷ ജെ ദേവികയാണ്. 2025 ക്രോസ് വേർഡ് പരിഭാഷ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ദി എർത്ത് ബ്ലൂംഡ് എന്ന മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് നിലം പുത്തുമലർന്ന നാൾ. അത് രചിച്ചത് മനോജ് കൂറൂറും അതിന്റെ പരിഭാഷപ്പെടുത്തിയത് ജെ ദേവികയാണ്. ഓക്കെ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം ലഭിച്ചത് ശ്രേയസ് കിരണാണ്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനുള്ള 2025 ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം ലഭിച്ചത് ശ്രേയസ് കിരണാണ്. ശ്രേഷ്ഠ ദിവ്യാംഗ ബാൽ പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് യാസിനാണ്. ശ്രേഷ്ഠ ദിവ്യാംഗ ബാൽ പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് യാസിനും. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള 2025 ദേശീയ പുരസ്കാരത്തിലെ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം ലഭിച്ചത് ശ്രേയസ് കിരണും. ശ്രേഷ്ഠ ദിവ്യാംഗ ബാൽ പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് യാസിനും. മാറിപ്പോയത് ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം ശ്രേയസ് കിരണിനും. ശ്രേഷ്ഠ ദിവ്യാംഗ ബാൽ പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് യാസീനാണ്. ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടൺ പകരമായിട്ട് വന്നത് എൻഡ് ബട്ടണാണ്. ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടൺ പകരമായിട്ട് വന്നത് എൻഡ് ബട്ടണാണ്. 2020 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികക്കുന്ന ആദ്യ താരമാണ് സുനിൽ നരൈൻ. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള സുനിൽ നരൈനാണ് 2020 ക്രിക്കറ്റിൽ 600 വിക്കറ്റ് തികക്കുന്ന ആദ്യ താരം സുനിൽ നരൈനാണ്. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്കറ്റ്ബോളിൽ ജേതാക്കളായത് MG യൂണിവേഴ്സിറ്റിയാണ്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനമാണ് ഡിസംബർ 7. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനമാണ് അത് ഡിസംബർ 7. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ ജൂറി അധ്യക്ഷനാണ് മുഹമ്മദ് റസുലോഫ്. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ ജൂറി അധ്യക്ഷനാണ് മുഹമ്മദ് റസുലോഫ്. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക TV ചാനലാണ് റഷ്യ ടുഡേ. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? റഷ്യ ടുഡേ. രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കിഴങ്ങുവർഗ്ഗം എന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്ന. രാജ്യത്ത് ഒരു കർഷകന്റെ തനത് ഇനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കിഴങ്ങുവർഗ്ഗം എന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്ന. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ AI ആണ് ജെമിനി 3 ഡീപ് തിങ്ക്. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ AIയുടെ പേരാണ് ജെമിനി 3 ഡീപ് തിങ്ക് ആണ്. യുനെസ്കോ ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റി ഫോർ ദി സേഫ് ഗാർഡിംഗ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ 20ാമത് സെഷന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇതാണ്. അത് ഇന്ത്യയാണ്. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് ഇന്ത്യ. യുനെസ്കോ
ഇന്റർ ഗവൺമെന്റൽ കമ്മിറ്റി ഫോർ ദി സേഫ് ഗാർഡിംഗ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ 20ാമത് സെക്ഷന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം തന്നെ ഇന്ത്യയാണ്. ഫിഡെ റേറ്റിംഗ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് സർവജ്യ സിംഗ് കുഷ്വാ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ IFFKന്റെ ഉദ്ഘാടന ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് പലസ്തീൻ 36. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് പലസ്തീൻ 36. 2025 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ചലച്ചിത്രകാരനാണ് അബ്ദുറഹ്മാൻ സിസാക്കോ. അത്ര ഇമ്പോർട്ടന്റ് ആവില്ല. ഓങ്കോസെർസിയാസിസ് ഇല്ലാതാക്കിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാ? ഓങ്കോസെർസിയാസിസ് അല്ലെങ്കിൽ റിവർ ബ്ലൈൻഡ്നെസ് ആണ്. ഇത് ഇല്ലാതാക്കിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. ഓങ്കോസെർസിയാസിസ് ഇല്ലാതാക്കിയ ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ. ഇന്ത്യയും മലേഷ്യയും ചേർന്നിട്ട് എക്സസൈസ് ഹരിമൗ ശക്തി 2025 5ാമത് പതിപ്പിന് ആരംഭിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ്. ഇന്ത്യയും മലേഷ്യയും ചേർന്നിട്ട് എക്സസൈസ് ഹരിമൗ ശക്തി 2025 5ാമത് പതിപ്പ് ആരംഭിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ്. നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയത് ഏതാണ്? നുമലിഗഡ് റിഫൈനറിയാണ്. നവരത്ന പദവി ലഭിക്കുന്ന 27ാമത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയത് നുമലിഗഡ് റിഫൈനറിയാണ്. സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ഗോളഘട്ട് ജില്ലയിലാണ്. നുമലിഗഡ് റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ഗോളഘട്ട് ജില്ലയിലാണ്. 35ാമത് ഫോർമുല 1 കാറോട്ടത്തിലെ ലോക ചാമ്പ്യനാവുന്നത് ലാൻഡോ നോറിസ് ആണ്. 35ാമത് ഫോർമുല 1 കാറോട്ടത്തിലെ ലോക ചാമ്പ്യനാവുന്ന ആരാണ്? ലാൻഡോ നോറിസ്. കർണാടക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ മുൻ പേസ് ബോളറാണ് വെങ്കടേഷ് പ്രസാദ്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവയാണ്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. ഇനി ഡിസംബർ 9 പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ്. ഡിസംബർ 9 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റൻസ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് ബാംഗ്ലൂർ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റൻസ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ഏതാണ്? അത് ബാംഗ്ലൂർ വിമാനത്താവളമാണ്. ഇക്കോ ടൂറിസം അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സഫാരി സേവനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുന്ന വന്യജീവി സങ്കേതമാണ് തെലങ്കാനയിലുള്ള എറ്റൂർ നഗരം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇക്കോ ടൂറിസം അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സഫാരി സേവനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുന്ന വന്യജീവി സങ്കേതം. 2025 സാങ്ച്വറി വൈൽഡ് ലൈഫ് സർവീസ് അവാർഡിന് അർഹയായത് പർവീൻ ഷെയ്ഖാണ്. 2025 സാങ്ച്വറി വൈൽഡ് ലൈഫ് സർവീസ് അവാർഡിന് അർഹയായത് പർവീൻ ഷെയ്ഖാണ്. UN പരിസ്ഥിതി അസംബ്ലിയുടെ 7ാമത്തെ സെക്ഷൻ നടക്കുന്നത് കെനിയയിലെ നൈറോബിയിലാണ്. UN പരിസ്ഥിതി അസംബ്ലിയുടെ 7ാമത് സെക്ഷൻ നടക്കുന്നത് കെനിയയിലെ നൈറോബിയാണ്. UN പരിസ്ഥിതി അസംബ്ലിയുടെ 7ാമത് സെക്ഷൻ നടക്കുന്നത് എവിടെയാണ്? കെനിയയിലെ നൈറോബിയാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജിയാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. 2025 പ്രമേയമാണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. 2025 പ്രമേയമാണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ് ആണ് 2025 പ്രമേയം. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ദേശീയ മനുഷ്യാവകാശ ദിനത്തിന് 2025 പ്രമേയം എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽസ്. ഇനി വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായത് അനന്ത് അംബാനിയാണ്. വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായതാണ് അനന്ത് അംബാനിയാണ്. മൃഗസംരക്ഷണം ലക്ഷ്യമിട്ട് തുടങ്ങിയ വൻധാരയുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം. അനന്ത് അംബാനിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏഷ്യയിലെ ആദ്യ വ്യക്തിയുമാണ് അനന്ത് അംബാനി. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഏഷ്യയിലെ ആദ്യത്തെ വ്യക്തിയാണ് അനന്ത് അംബാനി. വന്യജീവി സംരക്ഷണം മുൻനിർത്തി ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റി നൽകുന്ന
ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അനന്ത് അംബാനിയാണ്. ഇടപാടുകളുടെ അളവ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം റീറ്റെയിൽമെന്റ് പേയ്മെന്റ് സംവിധാനമായ IMF തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനമാണ് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇടപാടുകളുടെ അളവ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം റീറ്റെയിൽ പേയ്മെന്റ് സംവിധാനമായിട്ട് IMF തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം ഇതാണ്. അത് UPI സിസ്റ്റമാണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. 2025 ഡിസംബറിൽ നടക്കുന്ന രണ്ടാം ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. 2025 ഡിസംബറിൽ നടക്കുന്ന രണ്ടാം ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. 2026 മാർച്ചോടെ എല്ലാ വന ഡിവിഷനുകളിൽ നിന്നും സെന്ന സ്പെക്ടബിലിസിനെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അധിനിവേശ ജീവിവർഗ ഉന്മൂലന നീക്കങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2026 മാർച്ചോടെ എല്ലാ വന ഡിവിഷനുകളിൽ നിന്നും സെന്ന സ്പെക്ടബിലിസിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നതിനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അധിനിവേശ ജീവിവർഗ ഉന്മൂലന നീക്കങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. യുനെസ്കോയുടെ 2025 അപ്ഡേറ്റില് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഉൾപ്പെടുത്തിയ സൗദി നഗരങ്ങളാണ് റിയാദ്, അൽ ഉല, റിയാദ്, അൽ ഖബ്ര. യുനെസ്കോയുടെ 2025 അപ്ഡേറ്റിൽ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഉൾപ്പെടുത്തിയ സൗദി നഗരങ്ങൾ ഏതൊക്കെയാണ്? റിയാദ്, അൽ ഉല, റിയാദ്, അൽ ഖബ്ര. കന്യാകുമാരി സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ് സേവനം വേഗത്തിലാക്കാനും AI സഹായത്തോടെ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലെ ഔട്ട് പോസ്റ്റ് പരാതി രേഖപ്പെടുത്താൻ സാധിക്കുന്ന സംവിധാനമാണ് കുമാരി കാവലൻ. കന്യാകുമാരി സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും പോലീസ് സേവനം വേഗത്തിലാക്കാനും AI സഹായത്തോടെ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലെ ഔട്ട് പോസ്റ്റിൽ പരാതി രേഖപ്പെടുത്താൻ സാധിക്കുന്ന സംവിധാനമാണ് കുമാരി കാവലൻ. ലോകത്തിൽ ആദ്യമായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന വിലക്കിയ നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന വിലക്കിയിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. പെറ്റ ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് രവീണ ടണ്ടൻ. ഇന്ത്യയുടെ 2025 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് രവീണ ടണ്ടൻ. മഹാരാഷ്ട്രയിലെ വാർധയിലെ അനധികൃത മെഫഡ്രോൺ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് 192 കോടി രൂപ വില മതിക്കുന്ന 128 കിലോഗ്രാം സിന്തറ്റിക് മയക്കുമരുന്ന് DRI പിടിച്ചെടുത്തിന് നൽകിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഹിൻഡർലാൻഡ് ബ്രിയൂ എന്നാണ്. മഹാരാഷ്ട്രയിലെ വാർധയിലെ അനധികൃത മെഫഡ്രോൺ നിർമ്മാണ യൂണിറ്റിൽ നിന്ന് 192 കോടി രൂപ വില മതിക്കുന്ന 128 കിലോഗ്രാം സിന്തറ്റിക് മയക്കുമരുന്ന് DRI പിടിച്ചതിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹിൻഡർലാൻഡ് ബ്രിയൂ ആണ്. യുനെസ്കോ അടിയന്തര സംരക്ഷണം ആവശ്യമുള്ള അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സിന്ധു നദീതട സംഗീത പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ അപൂർവ കളിമൺ പാത്ര ഓടക്കുഴലാണ് ബുറീണ്ടോ. യുനെസ്കോ അടിയന്തര സംരക്ഷണം ആവശ്യമുള്ള അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സിന്ധു നദീതട സംഗീത പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ അപൂർവ കളിമൺ പാത്ര ഓടക്കുഴലാണ് ബുറീണ്ടോ. എന്താണ് ബുറീണ്ടോ? യുനെസ്കോ അടിയന്തര സംരക്ഷണം ആവശ്യമുള്ള അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സിന്ധു നദീതട സംഗീത പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ അപൂർവ കളിമൺ പാത്ര ഓടക്കുഴലാണ് ബുറീണ്ടോ എന്നത് അപൂർവ കളിമൺ പാത്ര ഓടക്കുഴലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന്റെ പേരാണ് സേവാതീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന്റെ പേരെന്താണ്? സേവാതീർത്ത്. 2025 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി അതിന്റെ ആദ്യ യോഗം ചേർന്ന് എത്ര വർഷങ്ങൾ പിന്നിട്ടു? 79 വർഷങ്ങളാണ് പിന്നിട്ടത്. ഭരണഘടനാ അസംബ്ലി അതിന്റെ ആദ്യ യോഗം ചേർന്നിട്ട് എത്ര വർഷങ്ങളാണ്? 79 വർഷം. എന്നാൽ ആദ്യ യോഗം നടന്ന ഡേറ്റ് ഓർമ്മയുണ്ടോ? 1946 ഡിസംബർ 9 ആദ്യ യോഗം നടന്നത്. 1946 ഡിസംബർ 9. ജൂനിയർ ഹോക്കി ലോകകപ്പിന് ചാമ്പ്യന്മാരായത് ജർമ്മനിയാണ്. ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചു. വേദി ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അത് വാരണാസിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് വാരണാസിയിലാണ്. സൗരയൂഥത്തെക്കാൾ പഴക്കമുള്ള ഏത് വസ്തുവിനെ ട്രാക്ക് ചെയ്യുന്നതിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്ററി ഡിഫൻസ് ഡ്രിൽ യൂറോപ്പ് ആരംഭിച്ചത്? സൗരയൂഥത്തെക്കാൾ പഴക്കമുള്ള ഏത് വസ്തുവിനെ ട്രാക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്ററി ഡിഫൻസ് ഡ്രിൽ യൂറോപ്പ് ആരംഭിച്ചത്? 31/ATLAS. ചിലിയിലെ അറ്റ്ലസ് ദൂരദർശിനി കണ്ടെത്തിയ മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലർ വസ്തുവാണ് 31/ATLAS.
2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായത് സുപ്രിയ സാഹുവാണ്. 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചവർക്കാണ് സുപ്രിയ സാഹുവിനാണ്. ടൈം മാഗസിൻ സിഇഒ ഓഫ് ദി ഇയർ 2025 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് നീൽ മോഹൻ. യൂട്യൂബിന്റെ സിഇഒ ആയ നീൽ മോഹനാണ് ടൈം മാഗസിൻ സിഇഒ ഓഫ് ദി ഇയർ 2025 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് നീൽ മോഹനാണ്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർ ഗവൺമെന്റ് കമ്മിറ്റിയുടെ 20ാമത് സെഷനിൽ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉത്സവമാണ് ദീപാവലി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർ ഗവൺമെന്റ് കമ്മിറ്റിയുടെ 20ാമത് സെഷനിൽ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉത്സവമാണ് ദീപാവലി. കലാലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ അവാർഡുകളിൽ ഒന്നായ ടേർണർ പ്രൈസ് 2025 അർഹയായ ആദ്യത്തെ പഠന വൈകല്യമുള്ള കലാകാരിയാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നീന കാലു. കലാലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ അവാർഡുകളിൽ ഒന്നായ ടേർണർ പ്രൈസ് 2025 അർഹയായ ആദ്യത്തെ പഠന വൈകല്യമുള്ള കലാകാരിയാണ് ബ്രിട്ടീഷ് ആർട്ടിസ്റ്റായ നീന കാലു. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറും ലോകത്തിലെ 5ാമത്തെ താരവുമാണ് ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും, അതായത് ടെസ്റ്റ് ക്രിക്കറ്റ്, ODI, T20 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറും ലോകത്തിലെ 5ാമത്തെ താരമാണ് ജസ്പ്രീത് ബുംറ. കേന്ദ്ര വിവരാവകാശ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 വ്യക്തിയായിട്ട് ടൈം വാരിക തെരഞ്ഞെടുത്തത് ആരെയാണ്? AI ശില്പികളെ 2025 വ്യക്തിയായിട്ട് ടൈം വാരിക തെരഞ്ഞെടുത്തതാണ് ആർക്കിടെക്ട്സ് ഓഫ് AI ശില്പികളെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ പേരാണ് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന. 2025 ഡിസംബർ 15 LVM-3 റോക്കറ്റിൽ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6. 2025 ഡിസംബർ 15 LVM-3 റോക്കറ്റിൽ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ 2025 ഡിസംബർ 15 LVM-3 റോക്കറ്റിൽ ISRO വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6. 2025 ഡിസംബർ 15 LVM-3 റോക്കറ്റിൽ ISRO വിക്ഷേപിക്കുന്ന ഇന്ത്യ ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരമേറിയ അമേരിക്കൻ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹം ഏതാണ്? അത് ബ്ലൂബേർഡ് 6 ആണ്. തുടർച്ചയായ 3ാം തവണയും സ്ക്വാഷ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. 2025 ഡിസംബറിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും സ്പീക്കറുമായ വ്യക്തിയാണ് ശിവരാജ് പാട്ടീൽ. ഡിസംബറിൽ 2025 അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും സ്പീക്കറുമായ വ്യക്തിയാണ് ശിവരാജ് പാട്ടീൽ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയലാണ്. ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ന്യൂ അപ്ഡേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാട്ടോ. UGC ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നോളജി എഡ്യൂക്കേഷൻ AICTE തുടങ്ങിയവർക്ക് പകരമായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധിക്ഷൺ ബിൽ. UGC ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവർക്ക് പകരമായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ ബിൽ ഏതാണ്? വികസിത് ഭാരത് ശിക്ഷ അധിക്ഷൺ ബിൽ കേട്ടോ. ഇത് വികസിത് ഭാരത് ശിക്ഷ അധിക്ഷൺ ബില്ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം സ്ഥാപിക്കുന്നത് പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം സ്ഥാപിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ 2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ 2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 2025 ഡിസംബറിൽ VD സവർക്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? 2025 ഡിസംബറിൽ VD സവർക്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് തെക്കൻ ആൻഡമാനിലെ ബിയോനാബാദ്
ബിയോദിനാബാദ് തെക്കൻ ആൻഡമാനിലെ ബിയോദിനാബാദിലാണ് VD സവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. തെക്കൻ ആൻഡമാനിലെ ബിയോദിനാബാദ്. സവർക്കറുടെ പ്രശസ്തമായ മൈ സോൾ ഈസ് ഇൻ ടോർമെന്റ് എന്ന കവിതയുടെ 116-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി. 2026 മാർച്ചിൽ നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 മാർച്ചിൽ നടക്കാനിരിക്കുന്ന പ്രഥമ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇതാണ്, ഇന്ത്യയാണ്. താഷ്കെൻഡിൽ നടന്ന പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളിയാണ് നിഹാൽ സരീൻ. താഷ്കെൻഡിൽ നടന്ന പ്രസിഡന്റ്സ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിലെ ചാമ്പ്യനായ മലയാളിയാണ് നിഹാൽ സരീനാണ്. 2025 ഡിസംബറിൽ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. ഏഷ്യയിലെ ആദ്യത്തെ പ്രൊട്ടക്റ്റഡ് റോയൽ ബേർഡ് സാങ്ച്വറിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചറൈചുങ് ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസമിലെ മജുലി. ഏഷ്യയിലെ ആദ്യത്തെ പ്രൊട്ടക്റ്റഡ് റോയൽ ബേർഡ് സാങ്ച്വറിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ചറൈചുങ് ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസമിലെ മജുലി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ വേദിയാവുന്നത് കൊച്ചിയാണ്. കേരളത്തിൽ നിന്ന് ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് ക്രേവ്. കേരളത്തിൽ നിന്ന് ആനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് എന്നാണ് ക്രേവ്. 2025 ഡിസംബറിലെ വിരമിക്കൽ പ്രഖ്യാപിച്ച റെസ്ലിംഗ് താരമാണ് ജോൺ സീന. 2025 ഡിസംബറിലെ വിരമിക്കൽ പ്രഖ്യാപിച്ച റെസ്ലിംഗ് താരമാണ് ജോൺ സീനയാണ്. ഇത്രയാണ് 2025 ഡിസംബറിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. ബാക്കി നെക്സ്റ്റ് സെക്ഷനിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുന്നത്. താങ്ക് യു.